ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു മാസത്തെ ഒരു ഫസ്റ്റ് വീക്കിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്കിലെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത് നിഫ്റ്റി 50 നോക്കുമ്പോൾ 1.29% മുന്നേറ്റം രേഖപ്പെടുത്തിയപ്പോൾ ബാങ്ക് നിഫ്റ്റി ആകട്ടെ 0.86% മുന്നേറ്റമാണ് വിപണിയിൽ കാഴ്ചവെച്ചത്. എന്നാൽ പ്രോഫിറ്റ് ബുക്കിംഗ് നോക്കുമ്പോൾ നമുക്ക് കണ്ടത് IT ഇൻഡെക്സിൽ കാര്യമായൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കഴിഞ്ഞൊരു വീക്കിൽ നമ്മൾ കണ്ടത്. ഏകദേശം 1.5%-ലധികം മാർക്കറ്റിൽ IT സൂചിക ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ മറ്റു പ്രധാനപ്പെട്ട ചില സൂചികൾ നോക്കുമ്പോൾ മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തിയതുമായിട്ടാണ് കണ്ടത്. എസ്പെഷ്യലി എടുത്ത് നോക്കുമ്പോൾ മെറ്റൽ ഇൻഡെക്സ് നോക്കുമ്പോൾ ഏകദേശം 5.75% മുന്നേറ്റം രേഖപ്പെടുത്തി. ഓട്ടോ ഇൻഡെക്സിലും 5% മുകളിലേക്കൊരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2%-ലധികം നേട്ടം രേഖപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു സൂചിക എന്ന് പറയുന്നത് എനർജി സൂചികയായിരുന്നു. മറ്റു നേട്ടങ്ങൾ നോക്കുമ്പോൾ PSU ബാങ്കിങ് സൂചികയുടെ ഭാഗത്തു നിന്നും ഒരു പിന്തുണ ഉണ്ടായതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ BSE സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകളിലൊക്കെ 1.5% മുതലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ വിപണിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ലാസ്റ്റ് ഡേയിലെ ഒരു ട്രേഡിംഗ് ഡേ എടുക്കുമ്പോൾ നിഫ്റ്റിയിൽ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് 24,741 എന്നൊരു നിലയിലാണ്. അതായത് 6 പോയിൻറ്റിൻ്റെ നേരിയ ഒരു നേട്ടം ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി 50 ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 54,114 എന്നൊരു നിലയിൽ 39 പോയിൻറ്റിൻ്റെ നേരിയ നേട്ടത്തിലുമാണ് വ്യാപാരം നടന്നതായിട്ട് കാണുന്നത്. NSEയിലെ ട്രേഡിംഗ് നോക്കുമ്പോൾ 3,121 ഓഹരികൾ ട്രേഡിംഗ് നടന്നപ്പോൾ 1,600 ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താനും 1,300 ഓഹരികൾ ഇടിവിലുമാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 110 ഓഹരികൾ അൺചേഞ്ച്ഡ് ആയിട്ടുള്ളൊരു നിലയിലുമായിരുന്നു വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റിൽ വ്യാപാരം നടന്നത്. ഇനി നമുക്ക് സെക്ടർ വൈസ് പെർഫോമൻസുകൾ കൂടി നോക്കാം. വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിങ്ങിൽ സെക്ടേഴ്സിൻ്റെ പ്രകടനം നോക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രകടനം കാഴ്ചവെച്ചത് FMCG ഏകദേശം 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. IT സൂചിക, റിയൽറ്റി സൂചിക എന്നീ സൂചികയിലൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ഓട്ടോ 1.25% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് കൂടി പോകാം. ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുമ്പോൾ US മാർക്കറ്റിലോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളായ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ സൂചികയിലൊക്കെ ഇടിവാണ് കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് 0.48% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ S&P 0.32% ഇടിവും നാസ്ഡാക്കിലൊരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ക്ലോസിങ്ങുമാണ് ഉണ്ടായതായിട്ട് കാണാൻ സാധിച്ചത്. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ പല പ്രധാനപ്പെട്ട ഡാറ്റകളും ഇനി വരാനുണ്ട്. എസ്പെഷ്യലി നമ്മൾ നോക്കുമ്പോൾ പണപ്പെരുപ്പ കണക്കുകൾ, കൂടാതെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, കൺസ്യൂമർ പ്രൈസ് സൂചിക, കൂടാതെ തൊഴിലില്ലായ്മ കണക്കുകൾ, കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് തുടങ്ങിയ ഡാറ്റകളൊക്കെ ഇനി വരാനിരിക്കേണ്ടത്. അതൊക്കെ വിപണിയെ വലിയ രീതിയിൽ സ്വാധീനിക്കും എന്ന രീതിയിലുള്ളൊരു അഭിപ്രായമാണ് എക്സ്പേർട്ടിൻ്റെ ഭാഗത്തു നിന്ന് നിലവിലുള്ളത്. മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോഴും ഇടിവായിരുന്നു കണ്ടത്. ഫൂഡ്സ് നോക്കുമ്പോൾ 0.09% ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തി. ക്യാക്കിൽ 0.31% ഇടിവാണ് കണ്ടത്. ഡാക്സ് 0.5% മുകളിലേക്ക് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് വ്യാപാരം അവസാനിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്ന ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നേട്ടമാണ് കൂടുതൽ സൂചികയിലും കാണാൻ സാധിക്കുന്നത്. നിക്കി 1.39% നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഷാങ്ഹായ് കോമ്പോസിറ്റ് നോക്കുമ്പോൾ ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് തുടരുന്നതായിട്ട് കാണുന്നത്. ഹാങ് സെങ്ങിൽ 0.29% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ട്രേഡിങ്ങുമാണ് നിലവിൽ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കമോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ ബ്രെൻഡ് പോസിറ്റീവായ ഒരു ട്രേഡിംഗ് ആണ് തുടരുന്നത്. 1.17% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ക്രൂഡിൽ 1.23% നേട്ടമാണ്. ഗോൾഡിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയനും അനാലിസിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യം നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ടൊന്ന് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത് ഇന്ന് ബ്രെൻഡിലും ക്രൂഡിലൊക്കെ 1% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് ക്രൂഡ് ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ബട്ട് നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ക്രൂഡിൻ്റെ കേസിൽ ഫോം ചെയ്ത് വന്നിരുന്നു. ബട്ട് കഴിഞ്ഞ ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച വീണ്ടും വളരെ കനത്ത സെല്ലിംഗ് ആയിരുന്നു ക്രൂഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്ന ബുള്ളിഷ് സെറ്റപ്പ് നെഗേറ്റ് ചെയ്തു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്രൂഡ് WTI ക്രൂഡിൻ്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $61 ആയിരിക്കണം. ഈ ആഴ്ച ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആകും. ബട്ട് 61 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ
കനത്ത സെല്ലിംഗ് ക്രൂഡിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. സാർ, ഇനി ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഫ്ലാറ്റ് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞൊരു വീക്കിലെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഗോൾഡ് പുതിയൊരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഗോൾഡിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും സ്വർണത്തിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് നമ്മളൊരു വളരെ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മളൊരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $3570 ലെവൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി യു എസ് മാർക്കറ്റിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. യു എസ് മാർക്കറ്റിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ക്ലോസിങ്ങിൽ നമുക്ക് കാണുന്നത് ഡൗ ജോൺസ്, S&P 500 തുടങ്ങിയ സൂചികയിലൊക്കെ നമുക്ക് ഇടിവ് രേഖപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് കണ്ടത്. ഡൗ ജോൺസ് 0.48% ഇടിവ്, S&P 500 0.32% ഇടിവിന് രേഖപ്പെടുത്തി. നാസ്ഡാക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടുള്ള ഒരു ട്രേഡിംഗുമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ യു എസ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? നമുക്ക് അമേരിക്കൻ മാർക്കറ്റിന്റെ കേസിൽ നമുക്ക് ബുള്ളിഷ്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. കഴിഞ്ഞ ഓഗസ്റ്റ് 22 നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച 45,757 പോയിന്റിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അതേ ലെവലിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. നമുക്ക് ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 44,900 പോയിന്റിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് 24,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഈ ആഴ്ച ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ആ ഒരു ബുള്ളിഷ്നെസ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 22,950 പോയിന്റ്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ കണ്ടത് ഏകദേശം 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു പ്രതിവാര പ്രകടനമായിരുന്നു നിഫ്റ്റി കാഴ്ചവെച്ചത്. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ, അതായത് 6 പോയിന്റിൻ്റെ നേട്ടത്തിൽ 24,741 എന്നൊരു നിലയിലുമാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. യു എസ് മാർക്കറ്റിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിലൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ആഴ്ച 25,100 പോയിന്റിന്റെ മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 24,300 സപ്പോർട്ടായിരിക്കണം ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാറിന് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ 0.86% നേട്ടമാണ് കണ്ടത്. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നോക്കുമ്പോൾ 0.07% നേരിയ നേട്ടത്തിൽ 54,144 എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എസ്പെഷ്യലി ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്കൊരു ഷോർട്ട് കവറിങ് കാണാൻ ഇടയായി. ബട്ട് അത് ഒരു വിധത്തിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 53,500 പോയിന്റ്. നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 54,800, അതിനുശേഷം 55,200 റെസിസ്റ്റൻസ് ലെവൽസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യണം. സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യമായി ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് വേദാന്തയാണ്. വേദാന്തയെ സംബന്ധിച്ച് 2% നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ട്രേഡിങ്ങിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. കമ്പനിയെ സംബന്ധിച്ചൊരു ന്യൂസ് ഉള്ളത്, കടബാധ്യതയിൽ ഇപ്പോൾ മുങ്ങിയ ജയപ്രകാശ് അസോസിയേറ്റിന് ഏകദേശം 17,000 കോടി രൂപയ്ക്ക് കമ്പനി വേദാന്ത ഏറ്റെടുക്കാനായുള്ള കരാറിൽ ഒപ്പുവെച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വേദാന്തയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, വേദാന്തയുടെ കേസിൽ ഫൈനാൻഷ്യൽസ് കമ്പനിയുടെ ഒട്ടും മികച്ചതല്ല. കമ്പനിക്ക് ഒത്തിരി കടബാധ്യതകളുണ്ട്. ആൻഡ് ഇതിൻ്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ദിസ് ഇസ് എ ഹൈ റിസ്ക് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമ്മൾ ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 415 സപ്പോർട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം.
സാർ ഇനി മഹീന്ദ്രയുടെ വ്യൂ ആണ് അറിയേണ്ടത്. കമ്പനിയുടെ ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 2% നേട്ടം രേഖപ്പെടുത്തി. ഒപ്പം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചായിട്ട് കാണാൻ സാധിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ പല വാഹനങ്ങൾക്കും പ്രധാനപ്പെട്ട പല വാഹനങ്ങൾക്കും വിലക്കുറവ് ഉണ്ടാകും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുണ്ട്. നമുക്ക് മഹീന്ദ്ര നോക്കുമ്പോൾ ട്രേഡിങ്ങിൽ താങ്കൾ ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? M&Mന്റെ കേസിൽ നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ ഒരു സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 3300 3400 ഈ റേഞ്ചിലുള്ള സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. വിഷ്ണു പറഞ്ഞതുപോലെ ഈ ഒരു കമ്പനി പുതിയ GST നയത്തെ തുടർന്ന് ഏറ്റവും വലിയൊരു ബെനിഫിഷ്യറീസിൽ ഒന്ന് ഈ ഒരു കമ്പനി ആയിരിക്കും. ഇന്ത്യയിലെ ട്രാക്ടർ ഉൽപാദനം ചെയ്യുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് M&M. ആൻഡ് ട്രാക്ടറിന്റെ കേസിൽ GST പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി എ ബിഗ് ബൂസ്റ്റർ ടു ദിസ് കമ്പനി. സാറിന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു വ്യൂ കൂടിയാണ് അറിയേണ്ടത്. ഏതായാലും ഈ ഒരു GSTയെ തുടർന്ന് തന്നെ കമ്പനിയുടെ പല കാറുകൾക്ക് എസ്പെഷ്യലി SUVകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1.5 ലക്ഷം രൂപ വരെയുള്ള ഒരു കുറവുകൾ ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ അവസാനത്തെ ഒരു ട്രേഡിൻ്റെ നോക്കുമ്പോൾ 0.61% നേട്ടത്തിൽ 691 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിനെ അതുപോലെ തന്നെ നിഫ്റ്റി 50 ഇൻഡെക്സിനെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നല്ലൊരു ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എസ്പെഷ്യലി ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 706 രൂപയായിരിക്കും. 6 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന 3 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 714, 725, 745. ഇനി ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ളൊരു സ്റ്റോക്കാണ് അറിയേണ്ടത്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.51% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. 72 എന്നുള്ളൊരു പ്രൈസിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായത്. നമ്മൾ കഴിഞ്ഞൊരു വീക്കിൽ ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു വീക്കിൽ 5 ദിവസങ്ങളിലും പോസിറ്റീവായൊരു ക്ലോസിംഗ് എടുക്കാൻ സ്റ്റോക്കിന് നിലവിൽ സാധിച്ചിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, നമ്മൾ നേരത്തെ ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് അണ്ടർടോൺ അല്പം ബുള്ളിഷായിട്ട് ബെയറിഷായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നമുക്കൊരു ടേൺ അറൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായിട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അണ്ടർ പെർഫോം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 74 അതിനുശേഷം 76 രൂപയും. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിനെ അറിയേണ്ടത് അവൻഡലിനെ പറ്റിയാണ്. അവൻഡലിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ 11% ഒരു കുതിപ്പ് ഓഹരി നടത്തിയിട്ടുണ്ട്. 176 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാസം 17% ഒരു നേട്ടവും രേഖപ്പെടുത്തിയ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ഓഹരി 2024 ലിസ്റ്റ് ചെയ്തത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? അവൻറ്റലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ നേട്ടമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് 2 ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ 190 രൂപയായിരിക്കും. ബട്ട് കറന്റ് ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ടാറ്റ സ്റ്റീലിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.52% നേട്ടത്തിൽ 167 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ 2024 ജൂണിലായിരുന്നു. അതിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ലെവലിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ ടാറ്റ സ്റ്റീലിന് സാധിക്കുന്നുണ്ട്. 5% ഒരു ഇടിവ് മാത്രമാണ് ആ ഒരു ലെവലിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ടാറ്റ സ്റ്റീലിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. ബട്ട് ഈ ഒരു കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 170 രൂപ 50 പൈസ. 6 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം കാണാൻ സാധിക്കുന്ന റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 175, 176, 178, 182.
ഇനി IEXൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.49% ഒരു ഇടിവിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. 141 ഇപ്പോഴത്തെ ഒരു ക്ലോസിംഗ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ജൂലൈയിൽ വലിയ രീതിയിലൊരു ഇടിവ് രേഖപ്പെടുത്തിയതിന് ശേഷം അതിന് തൊട്ടടുത്ത മാസവും ഈ കഴിഞ്ഞ മാസവും നോക്കുമ്പോഴൊക്കെ നമുക്ക് നേരിയൊരു നേട്ടം മാത്രമേ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, IEXന്റെ കേസിൽ ജൂണിലും ജൂലൈയിലും കണ്ടിരിക്കുന്ന വലിയ സെൽ ഓഫിനെ തുടർന്ന് അണ്ടർടോൺ ബെയറിഷായി മാറിയിരിക്കുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ നേരിയൊരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചാൽ നമ്മൾ ആ ഒരു ലോങ് പൊസിഷൻസ് കൈവശമുണ്ടെങ്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആദ്യത്തെ 160 അതിനുശേഷം 170 ആയിരിക്കും. ഇനി നമുക്ക് NTPC ഗ്രീൻ എനർജിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 0.6% നേട്ടത്തിൽ 104 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. സ്റ്റോക്കിൻ്റെ മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളുടെ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. NTPC ഗ്രീനിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? NTPCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. ബട്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് ഒരു നല്ല സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 112 അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 120. 120ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. സാറിനെ അറിയേണ്ടത് ഇനോക്സ് വിൻഡിനെ കുറിച്ചാണ്. 1% നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 145 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ഐനോക്സ് വിൻഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ 170 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് 1.43% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തത്. 1652 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മാസങ്ങളിൽ, അതായത് ഓഗസ്റ്റ് ജൂലൈ മാസങ്ങളിലൊക്കെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇപ്പോൾ കാണാൻ സാധിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ജൂൺ മാസത്തിന് ശേഷം വലിയൊരു കറക്ഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ മാത്രമല്ല, ഗാർഡൻ റീച്ച്, മാസഗോൺ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് മുതലായ എല്ലാ ഡിഫൻസ് ഓഹരികളും നമുക്ക് വലിയൊരു കറക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. വരും ദിവസങ്ങളിൽ ആസ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സെക്ടറിൽ ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ഈ ഒരു സെക്ടറിലെ ട്രെൻഡ് റിവേഴ്സലിനൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സ്പെസിഫിക് കേസിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1692 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 1735, 1760, 1780, 1825. ഇനി PNB ഹൗസിംഗ് ഫിനാൻസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1% മുകളിലേക്ക് ഒരു നേട്ടത്തിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായത്. 791 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഓഹരിയെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മാസങ്ങളിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 25% മുകളിലേക്കൊക്കെ ഒരു കറക്ഷൻ രേഖപ്പെടുത്തിയ നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. PNB ഹൗസിംഗിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ജൂൺ മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അവസരം ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് 840 മുതൽ 880 രൂപ വരെ ആയിരിക്കും. ഇനി കല്യാൺ ജുവലേഴ്സിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ 501 എന്നൊരു പ്രൈസിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ജനുവരിയിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ കല്യാൺ ജുവലേഴ്സ് ക്രിയേറ്റ് ചെയ്ത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 35% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ കല്യാൺ ജുവലേഴ്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്?
കല്യാൺ ജ്വല്ലേഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ നമുക്കൊരു ബോട്ടം കാണാൻ സാധിക്കുമെന്ന്. ആ ഒരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് ആദ്യം തന്നെ 520 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന രണ്ട് റെസിസ്റ്റൻസ് ലെവൽ 535 അതിനുശേഷം 555. സ്വിസ്ലോണാണ് അടുത്തൊരു വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക്. 0.78% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. 57 നിലവിലത്തെ ക്ലോസിംഗ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജൂൺ മുതൽ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 20% കറക്ഷൻ രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സ്വിസ്ലോണിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഒരു ഷോർട്ട് കവറിംഗ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ആദ്യത്തെ 60 രൂപയും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 62 ആയിരിക്കും. 62ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് നെറ്റ് വെബിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. സ്റ്റോക്കിൻ്റെ ഒരു പ്രൈസ് നോക്കുമ്പോൾ 3079 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 16% നേട്ടമായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 39% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കഴിഞ്ഞ വീക്കിലൊരു ട്രേഡിംഗ് സ്റ്റോക്ക് കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെറ്റ് വെബിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? നെറ്റ്വെബിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓഗസ്റ്റ് 23 ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചെങ്കിലും ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ തുടർച്ചയായിട്ട് ഈ സ്റ്റോക്കിൽ ബൈയിങ് ഇൻട്രസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും കറന്റ് ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് HDFC ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായാലും കഴിഞ്ഞ 2 മാസം നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം നേരിയ ഒരു ഇടിവൊക്കെ രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ HDFC ബാങ്കിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. 963 ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്. 0.22% നേട്ടമാണ് വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് ഓഹരിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. HDFC ബാങ്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? HDFC ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ ഷോർട്ട് ടേം ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. കൈവശം ലോങ് പൊസിഷൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ സപ്പോർട്ട്. ആദ്യത്തെ 938 അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 920. ഇനി പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തിയ സ്റ്റോക്ക് 394 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരിക്ക് ശേഷം സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേണിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. PFCയിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു പറഞ്ഞത് വളരെ ശരിയാണ്. ഫെബ്രുവരി മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈ ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് 450 രൂപയെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി യൂക്കോം ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 1.5% നേട്ടമാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. 1298 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസം മികച്ചൊരു റിട്ടേൺ, ഓൾമോസ്റ്റ് ഒരു 20% മുകളിലേക്ക് ഒരു റിട്ടേൺ രേഖപ്പെടുത്താൻ സാധിച്ചു. ഈ മാസം അതിന് ആ ഒരു അന്നുണ്ടായിരുന്ന ഒരു ഓൾ ടൈം ഹൈയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്താനും യൂക്കോം ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. യൂക്കോം ഇന്ത്യയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? മുന്നോട്ടൊരു കുതിപ്പാണോ അതോ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണോ എക്സ്പെക്ട് ചെയ്യേണ്ടത്? യൂണോം ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ കറന്റ് ഹൈ ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് 1260 രൂപയായിരിക്കും.
സർ, അടുത്തൊരു ഓഹരി നമുക്ക് ചോദിക്കാനുള്ളത് ഹിന്ദ് കോപ്പറാണ്. ഹിന്ദ് കോപ്പർ 0.4% നേട്ടത്തിൽ 244 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മാസങ്ങളിൽ നേരിയ ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലായിരുന്നു ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഈ മാസം ഒരു 6% നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദ് കോപ്പറിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് ഈ ആഴ്ച ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 247, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 252. 252ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു കുതിപ്പ് കാണാൻ സാധിക്കും. കാര്യം ഈ സ്റ്റോക്കിന് അടുത്ത മേജർ റെസിസ്റ്റൻസ് 264 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇൻഡസ് ടവറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഓഹരി 4% നേട്ടം രേഖപ്പെടുത്തിയാണ് ലാസ്റ്റ് ട്രേഡ് ഡേ ക്ലോസ് ചെയ്തത്. 337 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ജൂലൈ മുതൽ സ്റ്റോക്ക് നോക്കുമ്പോൾ ഒരു കറക്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളിലും ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നത്. ഈ ഒരു ഓഹരിയിൽ ഇൻഡസ് ടവറിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോഴെന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഇൻഡസ് ടവറിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ അവസരം ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കണം. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 360, അതിനുശേഷം 380 ആയിരിക്കും. സാറിന് അതിൽ ഓട്ടോയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 5% ഒരു കുതിപ്പ് വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിൽ സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. 538 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മാസം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 26% ഒരു നേട്ടം രേഖപ്പെടുത്താനും ഒപ്പം നമ്മൾ ട്രേഡിംഗ് വോളിയം നോക്കുമ്പോഴും കാര്യമായൊരു മുന്നേറ്റം കഴിഞ്ഞ കുറേ മാസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ രേഖപ്പെടുത്താനും ഓഹരിയിൽ സാധിച്ചിട്ടുണ്ട്. അതിൽ ഓട്ടോയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, അറ്റ് ദ മൊമെന്റ് എനിക്ക് സ്റ്റോക്കിന്റെ ഡേറ്റ ലഭിക്കുന്നില്ല. നമുക്കിത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. സാർ, ഇനി നമുക്ക് അറിയേണ്ട ഒരു വ്യൂ എന്ന് പറയുന്നത് മൊബിക്വിക്കിൻ്റെ വ്യൂ ആണ്. മൊബിക്വിക്കിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത് കഴിഞ്ഞ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഓഹരി രേഖപ്പെടുത്തിയത് 5% നേട്ടമായിരുന്നു. 293 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിൻ്റെ മൊത്തത്തിലൊരു നേട്ടം ഈ മാസം നോക്കുമ്പോൾ 33% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോക്കിലൊരു ബോട്ടം കണ്ടോ ഈ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം? താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോഴെന്താണ്? തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് നമുക്ക് ലിസ്റ്റിങ്ങിന് ശേഷം നമ്മളെയൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു മൊബിക്വിക്ക്. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു വലിയ നേട്ടത്തെ തുടർന്ന് തീർച്ചയായിട്ടും നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിൽ ഈ ആഴ്ച ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 270 മുതൽ 275 ഈ റേഞ്ചിലുള്ള സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് വീണ്ടും ഒരു ലോ റിസ്ക് ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. ഇനി സ്വിഗ്ഗിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 3.77% നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 439 എന്നൊരു നിലയിലാണ്, പ്രൈസ് എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് കാണുന്നത്. മെയ് മുതലുള്ള ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മാസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഓൾമോസ്റ്റ് ഒരു 50% നേട്ടം മെയ്ക്ക് ശേഷം സ്വിഗ്ഗിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. സ്വിഗ്ഗിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് കറന്റ് ലെവൽസിലും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 445 ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ നല്ലൊരു കുതിപ്പ് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സൊമാറ്റോയുടെ കേസിലും സ്വിഗ്ഗിയുടെ കേസിലും അടുത്തിടെ ഈ 2 കമ്പനികളും അവരുടെ പ്ലാറ്റ്ഫോം ഫീസിൽ ഒരു ഹൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി 2 സ്റ്റോക്കിനെയും പോസിറ്റീവ് രീതിയിൽ ബാധിക്കും. താങ്ക് യു സാർ, മൈഫിൻ്റെ പ്രേക്ഷകർക്ക് ഇത്രയും അപ്ഡേറ്റ്സ് അനാലിസും പങ്കുവച്ചതിന്. താങ്ക് യു വിഷ്ണു. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോ ഇപ്പോൾ ഉടനെ തുടരുന്നതാണ്. സോ പ്രേക്ഷകരെല്ലാവരും ഇവിടെ തുടരുക. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.